بارك سيدنا مصطفى محمد صلى الله عليه وسلم. سيدنا حسن البصري رضي الله تعالى عنه شيخنا وسندنا فريد الدين عطار رضي الله تعالى عنه أستاذ الأساتذة بحر العلوم رضي الله عنه أستاذنا الشيخ علوي بن أستاذ رضي الله عنه جميع مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أعوذ بالله മഹാനായ വഖാല മഹാനവറുകൾ പറയുന്നു അൽ ഇഖ്വാനു അഅസ്സു ഇലൈനാ മിനൽ അഹ്ലി വൽ ഇയാൽ. അവിടെ നമ്മളെ കൂട്ടുകാർ സഹോദരന്മാരാണ് നമുക്ക് ഏറ്റവും നല്ലത്. കുടുംബത്തിനേക്കാളും അഹ്ലിനേക്കാളല്ല കൂട്ടുകാരും മക്കള് ഭാര്യമാര് ആറ്റിങ്ങൾക്ക് ചെലവഴിച്ചാൽ നമ്മൾ സമാനം പറയേണ്ടി വരും. പഠിച്ചാൽ കൂട്ടുകാർക്ക് ചെലവഴിച്ച കുഴപ്പമില്ല. ഫൈനൽ അഖസ്വാലിയ നല്ല കൂട്ടുകാരൻ യുഈനുക നല്ല സഹായിക്കും. അലദ്ദീനി ദീനിന്റെ മേൽ നല്ല സഹായിക്കും. നല്ല കൂട്ടുകാരനാണെങ്കിലും വീട്ടിലാണെങ്കിലോ അങ്ങോട്ടായി ഇങ്ങോട്ടായി ആ ബഹളവും. അൽ അഹ്ലു വൽ ഇയാലു കുടുംബവും അതേപ്രകാരം തന്നെ ഗോത്രവും എല്ലാവരും ഹസമുക്ക ഫിദ്ദീൻ ദീനിൽ എന്നോട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അങ്ങനെ സുന്നി ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി, എനിക്ക് നിക്കാരും ഖുർആനും ഒത്തും മാത്രം മതി, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. വീട്ടുകാർ സഹോദരന്മാരാകുമ്പോൾ നല്ല അപ്പോൾ നമുക്ക് SSFന്റെ പ്രവർത്തനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനത്തെ സഹോദരന്മാരാണേ പറഞ്ഞത്. ഇല്ല എൻ്റെ ഈ വീട്ടുകാരും കുടുംബക്കാരൊക്കെ യുഫ്സിദൂന അലൈക ഉമൂറ ദീനിക്ക നിന്റെ ദീൻകാര്യങ്ങൾ ഇങ്ങനെ ഫസാദാക്കിക്കൊണ്ടിരിക്കും. ഒരു സമാധാനം നല്ലവരല്ലാത്തവരെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. وقال ما أنفق الشخص على نفسه وعلى عياله وعلى أبويه فعليه حسابه. കുടുംബത്തിന്റെ മേലും കുടുംബാദികളുടെ മേലും അമ്മമാരുടെ മേൽ ചെലവഴിച്ചാലും സ്വന്തം നഫ്സിനെ ചെലവഴിച്ചാലും സമാനം പറയേണ്ടി വരും നാളെ. ദീനിൽ അവന്റെ നല്ല കൂട്ടുകാരന്മാർക്ക് ചെലവഴിച്ചാൽ ഹിസാബ് വേണ്ട. നല്ല ഭക്ഷിപ്പിച്ചോളി, എല്ലാവരും കൂട്ടുകാരന്മാർ എല്ലാവരും കൊടുത്തോളി. ആ അത്താമഹു ഫലൈസലോ ഹിസാബ് എന്നാൽ അമിതമാക്കി ചെലവഴിച്ചാൽ എല്ലാത്തിനും ഹിസാബ് തന്നെയാണ്. മറ്റതും ഹിസാബ് എന്നുള്ളത് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ചെലവഴിക്കൽ നമുക്ക് നിർബന്ധമാണ്, അത് വേറെ വിഷയം. ചെലവഴിക്കൽ നിർബന്ധമാണ്, അത് വേറെ വിഷയം. ചെലവഴിക്കുന്നതിന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് നിർബന്ധമായതുകൊണ്ട് കൊടുത്തത്. അപ്പം നിർബന്ധമായത് മാത്രം ചെലവഴിക്കണമെന്നായി ധാരാളിപ്പം എങ്ങും പാടില്ല. കുടുംബാദികളുടെ മേലെ ചെലവഴിക്കണം. ഭർത്താക്കന്മാരും ഭാര്യമാരും ജീവിക്കുമ്പോൾ ചെലവഴിക്കൽ ഭർത്താവിന് നിർബന്ധമാണ്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ. അവൻ ചില ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട് മരുന്നിന് കൊടുക്കേണ്ടത്. മരുന്നിന് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ മനസ്സിലാക്കല്ലോ. അത് മരുന്നിന് എത്ര കൊടുക്കണമെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം എന്നും രോഗമായാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ളൂ. മരുന്നിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞോളൂ. കാരണം അത്രയും കൊടുത്തു, മരുന്നിന് ഇത്ര കൊടുക്കണം. ഇപ്പൊ ഒരു സാഹ് കൊടുക്കണം, അരി കൊടുക്കണം, ഇത്ര കറി കൊടുക്കണം, ഇത്ര ഇറച്ചി ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കണക്ക് മരുന്നിന് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാല് രോഗം പിന്നെ എത്രയാണെന്ന് അറിയാൻ പറ്റുമോ ഭാര്യയ്ക്ക്? പിന്നെ അതിനൊക്കെ രോഗം വരണമെന്ന് പറയേണ്ടി വരും. അത് പറ്റില്ല. അപ്പോൾ രോഗം എന്നും വരാൻ സാധ്യതയുള്ളതാണ്. അത് എന്നും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊരു പ്രത്യേക ഫിക്സ്ഡ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുഖഹാക്കളത് പറഞ്ഞത്. അതുകൊണ്ട് മരുന്ന് കൊടുക്കൽ നിർബന്ധമില്ല എന്ന് ചില മൗലവിമാർ പറയും. ഭാര്യമാർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്ന നിർബന്ധമില്ല. അങ്ങനെയൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഭാര്യമാർക്ക് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരൽ ഭാര്യമാർക്ക് നിർബന്ധമാണ്. അവളുടെ നഫ്സിനെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരൽ അവൾക്ക് നിർബന്ധമാണ്. സൗകര്യപ്പെടുത്തി തരണമെങ്കിൽ ഓൾക്ക് എന്ത് വേണം, ആരോഗ്യമേ പറ്റുമോ, നല്ല അവസ്ഥയിലേ പറ്റുമോ, രോഗിയായിട്ട് ഇങ്ങനെ. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാര്യം. ഏതായാലും പറയട്ടെ. വഖാല മഹാനവറുകൾ പറഞ്ഞു സലാത്തു ശഖ്സി ലാ യകൂനു ഖൽബുഹു ഹാദിറൻ ഇലൽ ഉഖൂബത്തി അഖ്റബ്. ഒറ്റ വ്യക്തി നിസ്കരിക്കുക, അവന്റെ കൽബ് ഹാദിറാകാതിരുന്നാൽ സലാത്തു ശഖ്സിൻ ഒരാളുടെ നിസ്കാരം ലാ യകൂനു ഖൽബുഹു ഹാദിറൻ ഹുദൂറുൽ ഖൽബില്ലാ നിസ്കരിച്ചാൽ അത് ഇലൽ ഉഖൂബത്തി അഖ്റബു, അത് അഖറബാവും ഏറ്റവും അടുത്തതാവും, ശിക്ഷയ്ക്ക് കാരണവരതാവും. അപ്പൊ ഹുദൂറുൽ ഖൽബോടുകൂടി നിസ്കരിക്കണം. ഒരു കണക്കിന് ഈ ഹുദൂർ ഖൽബില്ലാതെ നമ്മൾ ഈ മൗലവിമാർക്കുള്ള ഹുദൂർ ഖൽബ് നാടന്മാർക്കൊക്കെ ഭയങ്കര സൗഖ്യമാണ്. ആറ്റിങ്ങൾ എന്തോ വലുതാക്കി ഇങ്ങനെ നിസ്കരിക്കുന്ന കണ്ടാലും ചില നാടന്മാരെ കണ്ടാലും എന്താ പഠിച്ചോനെ. ഈ കൂടുതലും ഈ ഹുദൂർ ഖൽബില്ലാത്ത നമ്മളെ ഈ മൗലവിമാരെ സംബന്ധിച്ച് പറയാറ് 100 കാര്യങ്ങൾ ചിന്തിച്ചാട്ടം കൊണ്ടിട്ട് കീലലഹു. നല്ല മൗലവിമാരെ പറ്റി അല്ലേ പറഞ്ഞു, അങ്ങനെ വിചാരിച്ചാലല്ല. ഇപ്പൊ കീലലഹു മഹാനവറുകളോട് പറഞ്ഞപ്പെട്ടു. പിന്നെ നിങ്ങളെ നാട്ടില് നിങ്ങളെ വീട്ടിൻ്റെ ഒരു ചങ്ങായി ഉണ്ടല്ലോ,
ആ ചങ്ങായി പള്ളി വരുന്നില്ലല്ലോ, നിങ്ങളിങ്ങനെ പള്ളി വരുന്ന ആൾക്കാരെ കൂട്ടണമെന്നൊക്കെ നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ, അതതിൻ്റെ അർത്ഥം. അപ്പൊ പിന്നെ ആ ചങ്ങായിയുടെ തന്നെ പോയി ചോദിച്ചു നോക്കാം നമ്മൾ. അപ്പൊ ആ ചങ്ങായോട് ചോദിച്ചപ്പോ ആ ചങ്ങായി പൊന്നെ വിവേ ഞാൻ വരാത്തതിന്റെ കാര്യം, ഞാൻ ഈ എടുക്കുന്ന ശ്വാസത്തിന് അള്ളാഹു താലേക്ക് നിയമത്ത് ചെയ്യുന്നുണ്ട്, എന്നിൽ നിന്ന് ഒരു ശ്വാസം അങ്ങോട്ട് കയറുന്നില്ല, അള്ളാഹു ഞാൻ നിയമത്ത് ചെയ്യേണ്ടി വരും. ഒരു ശ്വാസം എന്നിൽ നിന്ന് ഇറങ്ങുന്നില്ല, ആ ശ്വാസം ഞാൻ ഒരു മഴസിയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ സമാനം പറയേണ്ടി വരും. പൊന്നെ വിവേ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരിങ്ങനെ അത് പറയും ഇത് പറയും, ഞാനത് കേൾക്കും, എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ ഹറാമിൽ പെരുമാറുന്നതുകൊണ്ട് ഞാൻ വരാത്തതാണ് എന്ന് അസ്വൽ ബസ്രി തങ്ങളോട് ഞാൻ തങ്ങൾ പറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കട്ടെ, ഇത് പോകണ്ട, നിനക്കാ നല്ലത്. ഇന്നബി ജമാരക്ക് ഷഖ്സുൻ ഇത്തസലാനിന്നാസി വമാ സല്ല സ്വലാത്ത ഫിൽ ജമാഅത്തി മുൻദു 20 സന. 20 കൊല്ലോണ്ട് ആ ചങ്ങായി വെളിയിൽ വരുന്നില്ലല്ലോ. വെളിയിൽ വരാത്ത കാര്യം പലതുണ്ട്, പലർക്കും പലതും പറയാനുണ്ട്. അങ്ങനെ പോയി ചോദിച്ചു, അങ്ങനെയും വേർക്കാനോട് ചോദിച്ചു. അമ്പൂരം തങ്ങളെ അടുത്തോടൊക്കെ നമുക്കറിയില്ല, പശുവിന്റെ പിന്നിൽ പോകുന്നതുകൊണ്ട് എങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചില്ല. പശുവിന്റെ പിന്നിൽ പോകുന്നവരോടൊക്കെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റും? അങ്ങനെ നമ്മളെ നാട്ടിലൊരു മുസ്ലിം ഒരു ഉപ്പാപ്പ ഉണ്ടായിരുന്നു, കെട്ടുപ്പാപ്പ. അവിടെ ഉറൂസൊക്കെ നടക്കുന്നവരാ, നെടുമങ്ങാട്. വലിയ മനുഷ്യനായിരുന്നു, കോട്ടുപ്പാപ്പ. പള്ളിക്കാർ നിസ്കരിച്ചിട്ട് ജുമയ്ക്കിരിക്കുക. അപ്പൊ ഇടയിൽ പറഞ്ഞു, റബ്ബർ സ്റ്റേറ്റ് ഇരിക്കുന്നത് എന്താ, റബ്ബറിന്റെ വില അന്വേഷിക്കുന്നതിന്റെ കൂടെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റും? അപ്പൊ റബ്ബർ ഷീറ്റുള്ള ഇമാമാണ്, അയാൾക്ക് ഇമാമ് ഭയങ്കര റബ്ബർ തോട്ടമുള്ള ആളാണ്. എന്തോ ആ റബ്ബർ തോട്ടത്തിന് ഇപ്പൊ ഷീറ്റിന് എത്ര വില കിട്ടും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് ചിന്തിച്ചിട്ടാണ് ജുമയ്ക്കരിക്കുന്നത്. അപ്പൊ കോട്ടുപ്പാപ്പ പറയാ, കൊള്ള റബ്ബർ എസ്റ്റേറ്റിൽ അവന്റെ കൽവ് മുഴുക്കും, പിന്നെ ഓനോടങ്ങനെ നിസ്കരിക്കുന്നെന്ന് ചോദിച്ച് ഇറങ്ങിപ്പോയിക്കളും. അങ്ങനെ വലിയ മഹാന്മാരൊക്കെ ഉണ്ട്, അവരാരും അതിനകത്തൊന്നും കൂടില്ല, അതിൽപ്പെട്ടവരാണ് മഹാനായ. ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് അവലാക്കന്മാരെ പറ്റി പറയാനുണ്ട്. ആ സ്ഥലത്തുള്ള ഒരാളപ്പം വിളിച്ചത്, ഈ കോട്ടുപ്പാപ്പയുടെ സ്ഥലത്തുള്ള ഒരാളെ വിളിച്ചത്, കോട്ടുപ്പാപ്പയുടെ ഒരു മുഹിബിന്റെ കാര്യം പറയാൻ എപ്പം വിളിച്ചത്. ഓക്കെ, എന്താണ് കോട്ടുപ്പാപ്പ അവിടുത്തെ ദർജ എടുത്ത് കൊടുക്കട്ടെ. അപ്പം ഇപ്പം അതായില്ലെങ്കിൽ അസൻ റഹ്മെന്ന് പോയി ചോദിച്ചാൽ ഒരു വിവരം അറിയുമ്പോൾ നമ്മളിങ്ങനെ നോട്ടീസ് അറിയാം. അതിനകത്തൊക്കെ ഒരുപാട് ചരിത്രം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരാളെ പറ്റി ഒരു വർത്താനം കേൾക്കുമ്പോൾ അവിടെ ഒന്ന് ചോദിക്കണം. അല്ല ഈ വർത്താനം പറയുന്നവനോട് ശരിയാടാ അയാൾ വരുന്നില്ലടാ, എന്താടാ അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറയല്ല, അയാളെടുത്ത് പോയി കാര്യം അന്വേഷിക്കാം. അങ്ങനെ മഹാനായ ഹസൻ അതൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിനകത്തുള്ള ചരിത്രത്തിലേക്ക് ഉണ്ട്, മനസ്സിലായി. ഹസൻ റളിയല്ലാഹു അങ്ങോട്ട് തന്നെ പോയി, യാ ഫുലാൻ ലിമൻ തുഖാലിത്തുന്നാസ വലാ തുസല്ലി ബിൽ ജമാഅ, എന്തേ ജനങ്ങളോട്ടൊന്നും ഇടപഴകണ്ടേ, എന്താ ജമാഅത്തിനൊന്നും കാണുന്നില്ലല്ലോ. ഖാല ലി അന്നി മഅദൂർ ഹബീബ് ഉസ്താദെ, ഹസൻ ബസ്രി തങ്ങളെ ഞാൻ മഅദൂറാണ്, എനിക്ക് പ്രതിബന്ധമുള്ള ആളാണ്. മശ്ഗൂലുൻ ബിമാ യംനഉനി, എന്നെ മിൻ ദാലിക, അന ഇഖ്തിലാത്തുന്നാസിനും ജമാഅത്തിനൊക്കെ എന്നെ തടയുന്ന ഒരു സംഗതി കൊണ്ട് ഞാൻ ജോലിയാക്കപ്പെട്ടു പോയി. ഖാല വമാദാ, ഖാല ലാ യശ്ഹദു മിന്നി നഫസുൻ ഇല്ലാ വലഹു അലയ്യ നിഅമത്തുൻ വയസ്തറു മിന്നി മഅസിയത്തുൻ. ഞാനിങ്ങനെ വരുമ്പം അതിന്റെ അൽഹാസിൽ അതാണ്, ഇഖ്തിലാത്ത് കൊണ്ട് വലിയ വിഷമങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്താണ് അൽഉജ്ലത്തുൽ ഔലാ ഇദാ ഫസദ സമൻ എന്ന് പറഞ്ഞല്ലേ, അതാണ്. എന്താ പിന്നെ മഹാനവർ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ നീ അവിടെ ഇരുന്നു. അതുകൊണ്ട് ഫഅസ്തഗ്ഫിറു ബിശുക്രി നിഅമാതിഹി വഉദ്രി മഅസിയാനാതിഹി, ഞാൻ എന്റെ ഇസ്യാനാത്തി എന്റേതായ ഇസ്യാനാത്തുകളും അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ഞാൻ ഇങ്ങനെ ശുക്ർ കൊണ്ടുകൂടെ ജോലിയാവുകയാണ് തങ്ങളെ. കാലല്ലാസനു. അപ്പൊ ഹസൻ റളിയല്ലാഹു ആയിക്കോട്ടെ, കുൻ അലാമാ അന്ത, ഇത് അങ്ങനെ തന്നെ നീ എന്നെക്കാൾ ഖൈർ തന്നെയാണ് പൊന്നുമോനെ, കുൻ അലാമാ അന്ത അലൈഹി ഫഇന്നക ഖൈറും മിന്നി. ഓഹ് മനസ്സിലായോ? അതാണ്, അങ്ങനെയാണ്. ഇനിയൊരു ഭയങ്കര ചരിത്രം പറയുന്നത്, കൂടുതൽ പറയുമ്പോഴത്തേക്ക് സമയം പോയി. 9 മിനിറ്റ് ഇപ്പൊ തന്നെ അയക്കണം. തീരലോ താപലൊക്കെ ഭക്തും വരുന്നുണ്ട്, നിങ്ങൾക്ക് സുഖാണല്ലോ എന്ന് പറഞ്ഞു, ദുനിയാവിൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യല്ലേ. എന്താ ഹസൻ ബസ്രി കാലം ഞാൻ അതെ വലിയ സന്തോഷം തന്നെയാണ്. കുന്തി യൗമിനൽ അയ്യാമേന സത്തീബായിട്ട്, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മച്ചുമേ നിൽക്കുമ്പോൾ സമീത്ത് ഇമ്രാത്തൻ, ഒരു പെണ്ണിനെ ഞാൻ കേട്ടു, ഇമ്രാത്ത ജാരില്ലി തപ്പൂരിൽ സൗജിഹോ, ഞാനേ
വീട്ടിലിങ്ങനെ നടക്കുമ്പോഴേ അയലത്ത് പെണ്ണുങ്ങൾ ഭയങ്കര വർത്താനം, പെണ്ണുങ്ങള് ഭർത്താവുമായിട്ട് പെണ്ണുങ്ങൾ പറയാണ് ഓളെ ഭർത്താവിനോട് മുൻപ് 50 സന അനമ്രതുക വഫീ ബൈതിക വകുന്തു റാദിയത്തൻ മിൻക ബിൽ ഖലീലി വൽ കസീരി ഖാനിയത്തൻ ബിൽ ജലീലി വൽ ഹഖീരി മാ അഫ്സൈതു ലക സിർറ വലാ തവാനൈതു ഫീ ഖിദ്മത്തിൻ വലാ തലബതു മിൻക സിയാദത്തൻ ഫിൻ നഫഖ. എത്ര നാളുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, എത്ര നാളുകൊണ്ട് നിങ്ങളെ കൽപ്പനകൾക്ക് ഞാൻ അനുസരിക്കുന്നു, എത്ര നാളുകൊണ്ട് ഞാൻ കൊണ്ടായാലും ഇല്ലെങ്കിലും ഉള്ള കുറച്ചായാലും കൂടുതലായാലും ഞാൻ തൃപ്തിപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. നിസാരമായതായാലും വലുതായാലും ഞാൻ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു രഹസ്യവും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനൊരു അമാന്തവും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളിൽ നിന്ന് ഞാൻ കൂടുതൽ ചെലവും ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒരു വിഷയവും നിങ്ങളുടെ ആവലാതിയും പറഞ്ഞിട്ടില്ല. വലസ്തകൈതുമിൻ ഗൈരഹദിൻ, ആരെ പറ്റിയും ഒരാളോടും നിങ്ങളെ പറ്റി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. വഅന റാദിയത്തും മിൻക ബികുല്ലി മാ തഅമലുമ, നിങ്ങൾ എന്തെന്നോട് കാട്ടിയാലും ഞാൻ നിങ്ങൾക്ക് വലാകിൻ ഒരു കാര്യമുണ്ട്. എന്തോ കാര്യം? പക്ഷെ ഒരു സംഗതി എനിക്ക് നിങ്ങളോട് ഇത്തിരി വിഷയം ഏട്ടാ, ഒരു സംഗതി എനിക്ക് ഭയങ്കര വിഷയം തന്നെയാണ്. ഇത് ശരിയാവില്ല നമ്മൾ തമ്മിൽ. അതാണ് പെണ്ണ് പറയാൻ. ബാക്കിയെല്ലാം ഞാൻ തൃപ്തിപ്പെട്ടു. നിങ്ങൾ തന്നാലും വേണ്ടിയില്ല, തന്നിലും വേണ്ടിയില്ല, അടിച്ചാലും വേണ്ടിയില്ല, കുത്തിയാലും വേണ്ടിയില്ല, ചീത്ത പറഞ്ഞാലും വേണ്ടിയില്ല, എന്തെല്ലാം നമ്മൾ തൃപ്തിപ്പെട്ടു. ഒരു കാര്യം ഞാൻ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു കാര്യം പറയട്ടെ. അന്ത തന്നുറയില വൈലി ഇനി അമിൽത്തുമാക്ക കഥാവ കഥാലി അന്നുറയിലേക്ക. നിങ്ങൾ എന്നെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അന്ത തന്നുറയില വൈലി, ഞാൻ എല്ലാത്തവരല്ല ഭയങ്കര ശ്രദ്ധ നിങ്ങൾക്ക്. അമീലു ഇലേക്ക്, ഞാൻ നിങ്ങളിലേക്ക് എന്തോണം എന്താ കണ്ണേ പെറളെ കാതെ ഇതൊക്കെ വിളിച്ചോണ്ട് എത്രങ്ങാനും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷെ അന്ത തമീലു ഇല്ല വൈലി, നിങ്ങൾ വേറെ നിങ്ങളെ ഇല്ലേക്കാം. അപ്പൊ എന്താ സംഭവം? കാരണം ആ പെണ്ണുങ്ങളെ കഷ്ടക്കി ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ആവലാതെ വരെ അമീൻ എവരി സൗജിയില നടത്തിയ മറ്റേ മൂപ്പ രണ്ടാം ഭാര്യയിലേക്ക് നോക്കിയ കാര്യം ഇങ്ങനെ പറയാ. അപ്പൊ ഇതെല്ലാം ചിന്തിച്ചപ്പം ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ എനിക്ക് നല്ല സുഖം തന്നെയാണ്. മറ്റേ ഹബീബിനെ അങ്ങയിലെ ആ ചങ്ങായിക്ക് എന്തോരം വിഷമം, എനിക്ക് നല്ല സുഖം തന്നെയാണ്. കാലശേഖർ റഹ്മഹുല്ല പറയുന്നു, ഫതാബ വഖതി, ഓ എന്റെ സമയം എത്ര നന്നായി, നല്ല സമയം എനിക്ക്. വജറദ്ദമു അലാ ഖദ്ദി ثم كلا ثم طلبت من كلام الله تعالى نظير كلام المرأة. ഈ പെണ്ണ് പറഞ്ഞതിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ആയത്തിനകത്ത് നോക്കുമ്പോൾ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു പുറത്തു കൊടുക്കില്ല ശിർക്കാക്കലിനെ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പൊ അതിൽ മറ്റേ ചങ്ങായിയൊക്കെ പെടും, ഞാനൊക്കെ പെട്ടുപോകും. ഇവനിക്ക് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു മഹാനവരുകൾ. കണ്ട പിന്നെ ഹുക്കിയ ഇനി കുറച്ചുകൂടെ പറയാനുള്ളൂ. ഹസൻ ബസരി തങ്ങളെ ചരിത്രം തീരാറായി. അപ്പൊ അവരെ വർക്കത്തിന് നമ്മൾ നന്നാക്കി തട്ടോ.